ദേ ഈ കാണുന്ന നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിൽ ദാ ഈ കാണുന്ന സ്ഥലം ടോട്ടലായിട്ട് 25 സെൻറ്റിനകത്ത് വരുന്ന സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിലെ ഒരു വീടോട് കൂടി വിൽപ്പനയ്ക്കുള്ളതാണ്. നമുക്ക് ഉദ്ദേശിക്കുന്ന വില 50 ലക്ഷം രൂപയാണ്. അപ്പോൾ ചെറിയ ബഡ്ജറ്റിൽ കുറച്ച് കൂടുതൽ ഏരിയയിൽ നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ അടുത്തുള്ളൊരു ലൊക്കേഷനിൽ നമ്മൾ ഈയിടയ്ക്കായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സെയിലായ ഒരു ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. നമ്മുടെ പ്രോപ്പർട്ടി വരുന്ന കാരേറ്റ് എന്ന് വരുമ്പോൾ ഏകദേശം 3 കിലോമീറ്റർ മാറി താളിക്കുഴി ജംഗ്ഷനടുത്ത് കടലുകാണി പാറയ്ക്കടുത്താണ് പ്രോപ്പർട്ടി വരുന്നത്. താളിക്കുഴി ജംഗ്ഷനിൽ അവിടെ നിന്ന് ഇടത്തോട്ട് കടലുകാണി പാറയിലേക്കുള്ള ഒരു ആർച്ച് ഉണ്ട്. ആ റോഡ് നേരെ കയറി വരുമ്പോഴത്തേക്കും വലതുവശത്തായിട്ട് ഈ കാണുന്ന ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം കാണാം. അതിന് നേരെ എതിർവശം കാണുന്ന പ്രോപ്പർട്ടി. നമുക്ക് ഈ റോഡ് ഒരു ജസ്റ്റ് ഒരു 10-20 മീറ്റർ കൂടെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കടലുകാണി പാറയിലേക്കുള്ള ബോർഡ് കാണാൻ സാധിക്കും. അതായത് അവിടെ നിന്ന് ഒരു 300 മീറ്ററിലാണ് നമുക്ക് ഈ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത്. അവിടെ ആയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ ബഡ്ജറ്റിൽ കൂടുതൽ ഏരിയ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണം, വീട്ടിന് ചുറ്റും അത്യാവശ്യം ഒരു 2 ആടിനെ കോഴിയൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി സ്ഥലം വേണ്ടേ, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. ഈ വീട് ഏകദേശം ഒരു 20 വർഷം പഴക്കമുണ്ട്. പക്ഷേ താമസയോഗ്യമായിട്ടുള്ള നല്ല കണ്ടീഷനിലുള്ള വീടാണ്. ഫുള്ളായിട്ട് ഇഷ്ടികയിൽ ചെയ്തിട്ടുള്ള വീടാണ്. നമുക്കിതാ ഇവിടെ കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഈ രീതിയിലാണ് നമ്മുടെ മുൻവശത്തെ മുറ്റം വരുന്നത്. ഇനി നമുക്ക് അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഇത് നമ്മളിങ്ങനെ ഒരു വലിയൊരു വരാന്ത സ്പേസ് ഉണ്ട്. ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഇരിക്കാനായിട്ട് നല്ലതുപോലെ തന്നെ സ്പേസ് കിട്ടും. അവിടെ നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് സ്പേസ് വരും. വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ. കിച്ചണിൽ നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് സ്ലാബ് ചെയ്തതിന് ശേഷം അടിയിലെല്ലാം തന്നെ ഇങ്ങനെ അടച്ചിട്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാം. ഈ രീതിയിൽ സിങ്കൊക്കെ ആക്കി നീറ്റാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ വീടിൻ്റെ സൈഡ് വശമാണ്. ഈ ഭാഗത്തായിട്ട് പുറത്തായിട്ടൊരു അടുക്കളയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിറകടുപ്പൊക്കെ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കിണറും അവിടെ വരുന്നുണ്ട്. വെള്ളത്തിന് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ല. പുറത്തായിട്ടൊരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. വീട്ടിനകത്താണെങ്കിലേ നമുക്ക് ശരിക്കും 3 ബെഡ്റൂമും ഒരു കോമൺ ബാത്റൂമാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്ത് ഇതുപോലെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യവും ഒരു ടോയ്ലറ്റും ബാത്റൂമുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ തുണി നനയ്ക്കാനുള്ള സൗകര്യം. ഇത് നമ്മുടെ ബാക്ക് യാർഡാണ്. ഇത് പോയിട്ട് പിൻവശത്തേക്ക് നോക്കിയേ, ഇവിടെ ഇങ്ങനെ റബ്ബർ വെച്ചിരിക്കുവാണ്. ഇതിങ്ങനെ ഈ ക്ലീൻ ചെയ്തിട്ടിരിക്കുന്ന അത്രയും സ്ഥലവും നമ്മുടേതാണേ. അങ്ങനെ ടോട്ടലായിട്ട് ശരിക്കും പ്രമാണത്തിൽ 25 സെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഡിജിറ്റൽ സർവേ കഴിഞ്ഞപ്പോൾ 24.4 സെൻറ്റ് സ്ഥലത്താണ് നമ്മുടെ ഈ വീട് വരുന്നത്. അത്യാവശ്യം വലിയൊരു വീടാണ്. ഇതുവഴി നമ്മളെ ടെറസിലേക്ക് എൻട്രി കൊടുത്തിട്ടുണ്ട്. മേളിലേക്ക് നോക്കി, മേളിൽ ഫുള്ളായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബെഡ്റൂംസ് കൂടെ കാണിച്ചിട്ട് ഞാൻ വില പറഞ്ഞുതരാം. നമുക്ക് 3 ബെഡ്റൂംസാണ് വരുന്നത്. 3 എണ്ണത്തിനും കൂടെ ഒരു കോമൺ ബാത്റൂമാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. ഈ രീതിയിലാണ് വരുന്നത്. അടുത്ത 2 ബെഡ്റൂംസ് അവിടെ 2 വശങ്ങളിലായിട്ട് വരും. ഈ ഭാഗത്തൊരു റൂമുണ്ട്, ഇതൊരു റൂം. അതിനകത്ത് കബോർഡെല്ലാം ഉണ്ട്. ഇതുപോലെ ഒരു കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ചുമറിനകത്താക്കി തന്നെ തടിയിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം വരും. ഇവിടെ നമുക്കൊരു കോമൺ ബാത്റൂമും നൽകിയിട്ടുണ്ട്. ബാത്റൂം നമുക്കിതിൽ വേറെ റെനോവേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വീട് കുറച്ചുകൂടെ പുത്തനാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് പെയിൻറ്റ് മാത്രം ചെയ്താൽ മതിയാവും. ആ കണ്ടീഷനിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ടോട്ടലായിട്ട് 24.4 സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് ഉൾപ്പെടെ ഉദ്ദേശിക്കുന്ന വില 50 ലക്ഷം രൂപയാണ്. വിൽക്കാനായിട്ടുള്ള റേറ്റാണ്. വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും.